നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി പി സി ജോർജും ഷോൺ ജോർജും. UDF വോട്ട് ചെയ്യാൻ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ആവശ്യപ്പെട്ടെന്ന് പി സി ജോർജ്. ദീപിക നാണം കെട്ട പത്രമെന്നും ജോർജ്. കെ സി വേണുഗോപാലിനും ജോസ് കെ മാണിക്കും വേണ്ടി ദീപിക വിടുപണി ചെയ്യുന്നുവെന്ന് ഷോൺ ജോർജ്. ദീപികയിൽ വന്നത് സഭയുടെ മാത്രം ആശങ്കയല്ല, സമൂഹത്തിന്റെ ആകെ ആശങ്കയാണെന്ന് ജോസ് കെ മാണി. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് ലീഗിന് അർഹതയുണ്ട് എന്ന് മുനവർ അലി തങ്ങൾ. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നില്ല എന്നും മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിൽ ഇക്കാര്യം ആവശ്യപ്പെടുമോ എന്ന് പറയാനാവില്ല എന്നും മുനവർ അലി തങ്ങൾ. ലീഗ് സ്ഥാനാർത്ഥികൾ മതം പറഞ്ഞ് വോട്ടുപിടിച്ചെന്ന ആരോപണം പരിശോധിക്കുമെന്നും തങ്ങൾ. അരൂരിലെ UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെതിരെ പോലീസ് കേസെടുത്തു. UDF, LDF, NDA പ്രവർത്തകർക്കെതിരെയും കേസ്. പോളിംഗ് ബൂത്തിൽ നിരോധന ഉത്തരവ് ലംഘിച്ചതിനാണ് പൂച്ചാക്കൽ പോലീസിന്റെ നടപടി. പോളിംഗ് സമയം കഴിഞ്ഞ ശേഷം ബൂത്തിൽ കയറാൻ ആർക്കും അനുവാദമില്ലാതെ എന്ന തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു. കണ്ണൂരിൽ വോട്ടെടുപ്പിന് പിന്നാലെ വ്യാപക സംഘർഷം. വിവിധയിടങ്ങളിൽ UDF, CPM, BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ അനുകൂലിയുടെ കാർ കത്തിച്ച് വീടിന് നേരെ അതിക്രമം. മയ്യിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തു. മട്ടന്നൂരിലും തളിപ്പറമ്പും NDA ബൂത്ത് ഏജന്റുമാരെ CPM ആക്രമിച്ചു. കോൺഗ്രസ് പ്രവർത്തകന്റെ ആക്രമണത്തിൽ വയറിന് കുത്തേറ്റ CPM പ്രവർത്തകൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. നേമത്ത് ഒരു വോട്ടിന് 15,000 രൂപ വരെ BJP കൊടുത്തുവെന്ന് LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി. വാങ്ങിയവർ തന്നെ അത് പറഞ്ഞു. ഗൂഗിൾ പേ ചെയ്താണ് പണം കൊടുത്തതെന്നും ശിവൻകുട്ടി. രേവന്ത് റെഡ്ഡിക്ക് ഡയലോഗ് എഴുതി കൊടുത്തത് കേരളത്തിലെ നേതാക്കളാണെന്നും ആരോപണം. കേരള ചരിത്രത്തിലെ നിർണായക തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം സംഭവിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. നേമത്തെ വോട്ടർമാർക്ക് പണം നൽകിയെന്ന ശിവൻകുട്ടിയുടെ ആരോപണങ്ങൾ വിഡ്ഢിത്തരം. തെളിവുണ്ടെങ്കിൽ പോലീസിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിക്കാനും ഇത്തരം വ്യക്തിഹത്യകൾക്ക് മറുപടി നൽകാനില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ. സംസ്ഥാനത്ത് LDFന് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഗൾഫ് വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവുണ്ടായി. അതാർക്ക് ഗുണം ചെയ്യുമെന്ന് ഇപ്പോൾ പറയാനാവില്ല. SDPഐയും ഇടതുമുന്നണിയും തെരഞ്ഞെടുപ്പിൽ ധാരണ ഉണ്ടാക്കിയിട്ടില്ലെന്നും TP രാമകൃഷ്ണൻ. 30 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഇത്തവണത്തേതെന്ന് VD സതീശൻ. ദളിത് സംഘടനകൾ, പിന്നാക്ക വിഭാഗം തുടങ്ങിയവർ UDFന് പിന്തുണച്ചു. 5 ജില്ലകൾ തൂത്തുവാരുമെന്നും സതീശൻ. ലൈംഗിക അതിക്രമ കേസിൽ റിമാൻഡിലായ സംവിധായകൻ രഞ്ജിത്തിന് ജാമ്യം. എറണാകുളം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. സാക്ഷികളെ സ്വാധീനിക്കില്ലെന്നും ഏത് അന്വേഷണത്തോടും സഹകരിക്കുമെന്നും രഞ്ജിത്ത്. ചിക്കമംഗ്ലൂരുവിൽ കാണാതായ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം കിട്ടിയത് 1500 അടി താഴ്ചയിൽ നിന്ന്. ശ്രീനന്ദയെ കാണാതായത് 4 ദിവസം മുമ്പ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ്. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 75 രൂപയും പവന് 600 രൂപയും വർദ്ധിച്ചു. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 1,12,000 രൂപയായി ഉയർന്നു. ഗ്രാമിന് 14,025 രൂപ എന്ന നിരക്കിൽ വ്യാപാരം. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.